കുറച്ചു നാളുകളായി പത്തനാപുരം നിവാസികൾക്ക് കൃത്യമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പുലിയുടെ ഒരു ഭീതി തന്നെയാണുള്ളത്. അടുത്തടുത്തായുള്ള പല സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് വനം വകുപ്പ് ഒരു പുലിയെ ഉൾപ്പെടെ കെണിക്കൂട് വെച്ച് പിടികൂടുകയും ചെയ്തത്. അതിനുശേഷം വീണ്ടും പല സ്ഥലങ്ങളിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുലി വരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ വരികയും ചെയ്തിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ക്ഷീര കർഷകനായിട്ടുള്ള ബിജുവിന്റെ ഒരു പശുവിനെ കൂടെ ഒരു വന്യമൃഗം ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു ലക്ഷണമൊക്കെ കണ്ടിട്ട് അത് പുലി തന്നെയാണ് പിടിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് ക്ഷീരകർഷകരും നാട്ടുകാരും ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അത് കൃത്യമായി വനം വകുപ്പ് സ്ഥിരീകരിച്ചില്ല. പക്ഷേ ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് സമാനമായ ഒരു സംഭവം ബിജുവിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ബിജുവിന്റെ മറ്റൊരു പശുവിനെ ഇത്തരത്തിൽ പുലി പിടികൂടുകയും അതിന് സമീപത്തായി ഉള്ള ഒരു CCTVയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങളൊക്കെ പതിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ആകെ ആശങ്കയിലാണ്. കർഷകരായിട്ടുള്ള പലരും ഇത്തരത്തിൽ പശുവിനെയൊക്കെ വളർത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരെ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടാകുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് ആമ്പനാർ ഡിവിഷന് കീഴിൽ വരുന്ന കറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ക്ഷീരകർഷകനായ ബിജു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. 6 മാസത്തിനിടെ രണ്ടാമത്തെ പശുവിനെ നഷ്ടപ്പെടുന്നത്. 4 പ്രാവശ്യം വന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷേ 2 ചത്തുപോവുകയുണ്ട്. 2 രക്ഷപ്പെട്ട് നമ്മൾ അറിഞ്ഞ് അങ്ങനെ 2 രക്ഷപ്പെട്ട്. അന്നും കഴുത്തിനായിട്ട് പിടി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി മുറിവൊക്കെ ഭേദമായി. ഈ പുലി തന്നെയാണ് കഴിഞ്ഞ ദിവസം പിടിച്ചതെന്നാണ് നമ്മുടെ ഒരു പുലി തന്നെയാണ് കഴുത്തിനാണ് പിടിച്ചിരിക്കുന്നത്. പുലി തന്നെയാണ്. ഇതിനു മുമ്പ് CC ക്യാമറയിൽ പുലിയെ പതിഞ്ഞിട്ടുണ്ട്, കാണുകയും ചെയ്താണ്. പുലി തന്നെയാണ്. എങ്ങനെയാ ഒരു ഇത്രയും പശുക്കെയാണ് നമ്മുടെ ഒരു ഉപജീവന മാർഗം. അപ്പൊ എങ്ങനെയാ മുന്നോട്ട് ഒരു പേടി? ഇനിയിപ്പം വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഇപ്പം 2 പോയി. ഇനിയിപ്പം ആശങ്കയാണ്. നമ്മൾ ഇനി ഇപ്പോൾ ഇതൊക്കെ നിർത്താൻ ഇതിനെയൊക്കെ കൊടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുവാണ്. നമ്മളിതുമായിട്ട് പോകുമ്പോൾ ഇനി നമ്മുടെ ജീവന് വേറെ ഭീഷണിയായിട്ടിരിക്കുവാണ്. അതിനായി ഈ ബിജുവിന്റെ വീട് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ആ വീട് ഇവിടെയുണ്ട്. അതിന് സമീപത്തായിട്ടാണ് പശുക്കളെ ഉൾപ്പെടെ വളർത്തുകയും നിരവധി കുഞ്ഞു പശുക്കൾ ഉൾപ്പെടെയുള്ള കിടാക്കൾ ഉൾപ്പെടെയുള്ളത് ഉണ്ട്. ഇതിന് സമീപത്ത് ഏകദേശം ഒരു 500 മീറ്റർ മാറിയ ഒരു സ്ഥലത്ത് പശുവിനെ മേയാൻ വിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, പൊതുപ്രവർത്തകരൊക്കെ നമ്മുടെ ഇപ്പോൾ ചേരുകയും ചെയ്യുന്നുണ്ട്. ഈ പുലിയുടെ ഒരു പ്രശ്നം ഇപ്പോഴാണ് ഇത്രയും രൂക്ഷമായി വന്നുകൊണ്ട് ഈ അടുത്ത സമയത്താണ്. പക്ഷേ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായിട്ട് ഈ പരിസര പ്രദേശങ്ങളൊക്കെ ഉണ്ട്. കുറുന്തമണ പറഞ്ഞ സ്ഥലം, അതുപോലെ തന്നെ പുന്നൽ, ആനകുളം, അതുപോലെ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് കടയ്ക്കാവുന്ന പ്രദേശം, അതുപോലെ കൂടൽമൊക്കെ, ഈ പ്രദേശത്തെല്ലാം തന്നെ ഈ പുലിയുടെ ശല്യമുണ്ട്. പുലി മാത്രമല്ല, ഈ കിഴക്കൻ മലയോര മേഖലയെ സംബന്ധിച്ചിട്ട് ആനയുടെ ശല്യം അത് രൂക്ഷമാണ്. ഈ മലയോര മേഖലയെ ആശ്രയിച്ച് കൃഷി ചെയ്തിരുന്ന ആളുകളെല്ലാം ഉപജീവന മാർഗം കൃഷിയെ മാത്രമായിരുന്നു. ആ കൃഷിയെല്ലാം ഉപേക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വനം വകുപ്പ് പലതും ചെയ്തിട്ടും ഒരു പുലിയെ പിടികൂടി വീണ്ടും, പക്ഷെ ഇത്തരത്തിൽ ഒരു ഭീതി തുടരുകയാണ്. അല്ല, പുലി ഒരെണ്ണമല്ല. അതുകൊണ്ട് പുലി മാത്രമല്ല, ഈ വനമേഖല ബന്ധപ്പെട്ട എല്ലാ വന്യമൃഗങ്ങളും ഇപ്പോൾ നാട്ടിലാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ജനങ്ങൾ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നടക്കുന്നത്. വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ ആനയുടെ ശല്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടുപന്നികൾ ഇപ്പോൾ നാട്ടുപന്നികളെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ഉപജീവന മാർഗവും ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ ക്ഷീര രംഗത്തേക്കാണ് കർഷകർ ശ്രദ്ധിക്കുന്നത്. കാരണം കൃഷി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ആ ക്ഷീര കർഷകരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദുരന്തങ്ങളിലേക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യം, ഈ മേഖലയിൽ വനമൊക്കെ അടുത്തുണ്ടെങ്കിൽ പോലും ഈ അടുത്ത സമയത്തായാണ് ഇത്രയും രൂക്ഷമായിട്ട് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഭീതി ഉണ്ടാകുന്നു. വനം വകുപ്പ് ഇതിന് സമീപത്തെയുള്ള സ്ഥലത്തൊക്കെ തന്നെ പുന്നല ഡിവിഷന് കീഴിലൊക്കെ തന്നെ ഈ കൂട് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടും പുലി അടുത്ത് വീണിട്ടില്ല. വീണ്ടും കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വരികയും ചെയ്തിരുന്നു. രാത്രി പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കി എത്രയും വേഗം ആളുകളുടെ ഒരു ആശങ്ക മാറ്റണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്കെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്.